ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങിയത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് കിട്ടിയത്. പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടി 1 മാസത്തെ വളർച്ചയാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തി വലിയ പരിചയമൊന്നുമില്ല, എങ്കിൽ പോലും എൻ്റേതായ രീതിയിൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തുന്നു. ഞാൻ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്ക് ഈ വളങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. നല്ലപോലെ അങ്ങ് വളങ്ങൾ ചേർത്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ കൂടുതലങ്ങ് വളം കൂടുതലായാലും അതിൻ്റെ അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല തണുക്കെ വളം ചെയ്തതുകൊണ്ട് നല്ലപോലെ തണുക്കെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അടി നല്ല തണുക്കണം. ഡ്രാഗൺ ഫ്രൂട്ടിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്ന് കളയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മുട്ടത്തോട് നല്ല പൊടിച്ചും ബാക്കി വരുന്ന തേയിലയുടെ മിക്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഇടാറുണ്ടായിരുന്നു. അത് ഇടവളമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അത് ദിവസവും ഒക്കെ ബാക്കി വരുന്ന മുട്ടയുടെ വേസ്റ്റും തേയിലയുടെ എല്ലാം കൂടെ ഞാൻ ഈ ബക്കറ്റിൽ തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കാറുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മൾ കൊടുത്ത വളത്തിൻ്റെയും ഇത്രയൊക്കെ ഗ്രോത്ത് ചെടിയിൽ കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിന് ഏറ്റവും ഇഷ്ടം വെയിലാണ്. നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നടാനായിട്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുള്ള ഒരു സീക്രട്ടാണ് പഴത്തൊലി നല്ല ഉണക്കിയിട്ട് നല്ല പോലെ ഉണക്കിയിട്ട് പൊടിച്ച് ചേർക്കാം. ഞാനിവിടെ പൊടിക്കുന്നില്ല, ഞാൻ മിക്കവാറും പൊടിച്ചാണ് ചേർത്തുകൊണ്ടിരുന്നത്. ഫുള്ള് ഇതിൻ്റെ ചോട്ടിലേക്ക് ഈ പഴത്തൊലി നമുക്ക് തട്ടിയിടാം. നല്ലപോലെ പൊതിഞ്ഞ് കവറിങ് ആയിട്ട് വെക്കണം. പൊടിച്ച് കഴിഞ്ഞാൽ അതും നല്ലതാണ്, പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ചോട്ടിൽ തന്നെ കിടന്ന് നല്ല പൊടിഞ്ഞ് നല്ല വളമായിട്ട് അങ്ങ് ചേർന്നോളും. ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് നല്ല പൊക്കം വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് വിടാനുള്ള പ്രായമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടാം. എന്നാലും അത് താഴോട്ട് നല്ല ശിഖരങ്ങളായിട്ട് താഴോട്ട് പടർന്ന് വരത്തുള്ളൂ. ആ പടർന്ന് വരുന്നതിൽ നിന്നാണ് നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു ടയർ വെച്ച് കെട്ടണം. ആ ടയർ വെച്ച് കെട്ടുന്നതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ വലുതായ 2 ശിഖരങ്ങൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.